പൃഥ്വിരാജ് അഭിനയിച്ച ആദം ജോൺ എന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ് കറുത്തച്ഛനൂട്ട് അല്ലെങ്കിൽ കറുത്ത കുർബാന. ദൈവത്തെ അറിഞ്ഞ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ ദൈവത്തിന് വിപരീതമായ സാത്താനെ ആരാധിക്കുന്ന കുറേ പാപികളായ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവർ ഏറ്റെടുത്ത് നടത്തുന്ന കൊടും പാപകരമായ ഒരു പ്രവൃത്തിയാണ് കറുത്ത കുർബാന. എന്താണ് കറുത്ത കുർബാന? റോമൻ കത്തോലിക്ക സഭ ആചരിക്കുന്ന പരമ്പരാഗത ലാറ്റിൻ കുർബാനയുടെ വിപരീത സ്വഭാവമുള്ള ഒരാചാരമാണ് ബ്ലാക്ക് മാസ് അല്ലെങ്കിൽ കറുത്ത കുർബാന എന്നറിയപ്പെടുന്നത്. മധ്യകാലഘട്ടത്തിൽ ശത്രുക്കളുടെ നാശത്തിനു വേണ്ടി വിശ്വാസികൾ കാഴ്ചവെച്ചിരുന്ന ദിവ്യബലിയായിരുന്നു ഇത്. ക്രൈസ്തവർ അർപ്പിച്ചിരുന്ന ഇത് ക്രമേണ ക്രിസ്തു മതത്തോടുള്ള വിരോധമെന്ന ഉദ്ദേശത്തോടു കൂടെയുള്ള കുർബാനകളായി മാറി. ക്രൈസ്തവ സഭയിലെ കുർബാന എന്ന ആചാരത്തെ അനുകരിച്ചുകൊണ്ട് ക്രൈസ്തവ ദൈവസങ്കല്പത്തെയും ക്രിസ്തു മതത്തെയും നിന്ദിക്കുന്ന രീതിയിൽ സാബത്ത് ദിവസത്തിൽ അനുഷ്ഠിക്കുന്ന ഒരാചാരമായി ഇതിന്നും തുടരുന്നു. ഇതിനെ ആഭിചാരത്തിന് സമാനമായിട്ടാണ് ക്രൈസ്തവർ കാണുന്നത്. സാത്താൻ ആരാധനയാണ് കറുത്ത കുർബാനയുടെ പ്രധാന ഉദ്ദേശം. ലൈംഗിക വീഴ്ച, ആർത്തവ രക്തം, മദ്യം അടക്കമുള്ള മുറകളിലൂടെ നഗ്നരായി വിശുദ്ധ കുർബാനയെ അപമാനിക്കുന്ന രീതിയിലാണ് കറുത്ത കുർബാന നടത്തപ്പെടുക. അടുത്ത കാലത്തായി കേരളത്തിലും ഇത്തരം ആരാധന നടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കുർബാന എന്ന ആചാരം 1-ാം നൂറ്റാണ്ട് മുതലുള്ള സഭാ ചരിത്രത്തിൽ കാണാനാകും. കുർബാന വിവിധ തരത്തിലുള്ള ആചരണങ്ങൾ അന്ന് മുതൽ തന്നെ സഭയ്ക്കുള്ളിൽ നിലനിന്നിരുന്നു. കാലക്രമേണ അത്തരം ആചാരങ്ങൾ സഭ സ്വാംശീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ മധ്യകാലഘട്ടത്തോടെയാണ് കുർബാന മറ്റൊരു രീതിയിൽ അനുഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു ശീലം ഉടലെടുക്കുന്നത്. കുർബാനയുടെ മോടി കൂട്ടുന്നതിനാണ് മിക്ക അനുകരണങ്ങളും രൂപം കൊണ്ടത്. ഉദാഹരണമായി കുർബാന മധ്യേ ധാന്യവിളകൾ, കന്നുകാലികൾ എന്നിവയെ ആശീർവദിക്കുക തുടങ്ങിയവ മുതൽ ശത്രുക്കളുടെ നാശത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പോലും നടന്നിരുന്നു. ശത്രുക്കളുടെ പേരുകൾ കുർബാന മധ്യേ വിളിച്ചു പറഞ്ഞ് അവരുടെ മരണത്തിനായി പ്രാർത്ഥന നടത്തുക, ശത്രുവിന്റെ ചിത്രം ക്രിസ്തു മതത്തിന്റെ ആചാരമനുസരിച്ച് സംസ്കരിക്കുക തുടങ്ങിയ ആചാരങ്ങളും കുർബാനയിൽ കടന്നു വന്നു. വിശ്വാസികളുടെ വ്യക്തിപരമായ കാര്യസാധ്യത്തിനാണ് ഇവ രംഗപ്രവേശനം ചെയ്തത്. മധ്യകാലത്തോടെയാണ് കുർബാനകൾ രംഗപ്രവേശനം ചെയ്തത്. ഇവയെല്ലാം തന്നെ കറുത്ത കുർബാനയുടെ ആദ്യ രൂപങ്ങളായിരുന്നു എന്ന് വേണം പറയാൻ.